നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളിൽ വിഷുഫലത്തെക്കുറിച്ചാണ് പറയണേ. വിഷുഫലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ജ്യോതിഷപ്രകാരം പുതുവർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ്. അതായത് സൂര്യൻ മേടം എന്ന് പറയുന്ന രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന വർഷമാണ്. ഉച്ചത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന മാസമാണ് മേടമാസം. അതുതൊട്ടാണ് ജ്യോതിഷ മാസം ആരംഭിക്കണേ, അല്ലെങ്കിൽ ജ്യോതിഷ വർഷം ആരംഭിക്കണേ. അപ്പോൾ ഈ വർഷാരംഭം തൊട്ട് എങ്ങനെ ഓരോ രാശിക്കാർക്കും എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് നമുക്ക് വാർഷിക ഫലം. ഇന്ന് നമ്മൾ രാശി ഫലങ്ങൾ ഓരോ രാശിക്കാർക്കും വിഷുഫലം എങ്ങനെയായിരിക്കും എന്ന് നോക്കി വരികയാണ്. ഇപ്പോൾ വിഷുഫലം ചിന്തിക്കുമ്പോൾ 1199 ആണ്ട് മേടമാസം 14 തൊട്ട് 1200 ആണ്ട് മീനമാസം 30 വരെ, അതായത് 2024 ഏപ്രിൽ മാസം 14 തൊട്ട് 2025 ഏപ്രിൽ മാസം 13 വരെ വരുന്ന ഒരു വർഷക്കാലമാണ് ശരിക്ക് മേടം, അല്ലെങ്കിൽ മേടത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ഈ വിഷുഫലം. അങ്ങനെ ഓരോ രാശിക്കാണ് ഓരോ രാശിക്കാർക്കും ഈ ഫലം എങ്ങനെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്ന് നമുക്ക് കുംഭൻ രാശിക്കാരുടെ ഫലത്തിലേക്ക് പോവാം. കുംഭൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ അവിട്ടം നക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ പകുതി ഭാഗം, ചതയം പൂർണ്ണമായിട്ടും, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഈ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് കുംഭൻ രാശി. കുംഭൻ രാശിക്കാർക്ക് ഇപ്പോൾ പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ജന്മത്തിൽ ശനി, 3 വ്യാഴം ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ പീരീഡുകൾ നിങ്ങൾക്ക് നല്ലതാണോ എന്ന് ചോദിച്ചാൽ വളരെ മോശ സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കിതാ അപ്രതീക്ഷിതമായ നേട്ടം വരും. വ്യാഴം 4ലേക്ക് പോകുന്നുണ്ട്. 7 ശനിയൊക്കെ ഉണ്ട്, ഇതവിടെ നിൽക്കിട്ട് 4ലേക്ക് വ്യാഴം വരികയും കുറച്ച് സന്തോഷപ്രദമായ അവസ്ഥ വന്നു ചേരും. പൂർണ്ണമായി സന്തോഷിക്കേണ്ട സുഖ ദുഃഖ സമ്മിശ്ര ഫലത്തെ പ്രദാനം ചെയ്തു തരും. മൊത്തത്തിൽ മോശമായി നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു 50% പോസിറ്റീവ് വരികയാണ്. വീട്ടിനകത്ത് സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ അന്തരീക്ഷം തെളിയും. വാഹനം വയ്ക്കാനോ അല്ലെങ്കിൽ വാഹനം വിൽക്കാനോ വേറെ വാഹനം വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഈ സമയം അനുകൂലപ്രദമാണ്. വീട് വയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു സമയവും കൂടിയാണ്. വീട് വയ്ക്കാനോ വാങ്ങാനോ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അവസ്ഥയുണ്ടാവും. അപ്പോൾ വളരെ നമുക്ക് ശ്രദ്ധിച്ച്, സുഖദുഃഖ സമ്മിശ്ര ഫലം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷത്തിനൊപ്പം അശ്രദ്ധയും കൂടി ഒഴിവാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരുമെങ്കിലും നമുക്ക് ജന്മത്തിൽ ശനി നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ജന്മശനിയെ നമുക്ക് അതിജീവിച്ച് പോകണം. വിഷുഫലം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ നമുക്ക് ജന്മത്തിൽ നിൽക്കുന്ന ശനിയെ പ്രീതിപ്പെടുത്തണം. കൂടെ ശനി നിൽക്കുകയാണ്. ശനിയെ വിളിക്കുന്നത് തന്നെ മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. നമ്മളെ സ്മൂത്തായിട്ട് പോകാൻ സമ്മതിക്കില്ല. എല്ലാ കാര്യങ്ങളും ഇട്ട് ഇഴയ്ക്കും. കാര്യങ്ങളൊന്നും വളരെ ഭംഗിയാകാതെ വരും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് പോവേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ശനിയെ പ്രീതിപ്പെടുത്തണം. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം.
ശാസ്താ കോവിലിൽ നീരാഞ്ജനത്തിന് ശനിയാഴ്ച ദിവസങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കണം. ദൂരെയൊക്കെ വസിക്കുന്നവർ സൂര്യഭഗവാന് രാവിലെ എണീറ്റ് തൊഴണം. സാമ്പത്തിക നഷ്ടവും തടസ്സവും ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു ധന ആകർഷണ യന്ത്രം ശനീശ്വര യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊള്ളണം. ഒരു പ്രൊട്ടക്ഷൻ. ഇതൊന്നും നമുക്ക് ഏക്കരുത്. നമുക്കൊരു മുൻകൂർ ജാമ്യം ധനാകർഷണ യന്ത്രവും ശനീശ്വര യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷയും കിട്ടിക്കൊള്ളുക. ഇപ്പോൾ ഇത്രയും ചെയ്തു പോകുമ്പോൾ ഈ ദോഷഭാവം മാറിക്കിട്ടും. നമുക്ക് വലിയ വിപത്തുകളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായി കൊണ്ടുപോകാൻ സഹായിക്കും. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരും കൂടി അവരുടെ സമയം അറിഞ്ഞ് അതിനെന്തെങ്കിലും പ്രതിവിധിയൊക്കെ ചെയ്ത് എല്ലാവരും രക്ഷപ്പെട്ടു പോട്ട്. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതിൽ ഞങ്ങൾ നിത്യജ്യോതിഷം ഓരോ ദിവസവും നിങ്ങൾക്ക് എങ്ങനെ എന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു വീഡിയോ ഞങ്ങളിട്ട് പോകുന്നുണ്ട്. നിത്യജ്യോതിഷം ഇന്ന് ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെയാണ്, ഇന്നെന്തെങ്കിലും ചെയ്യണമെങ്കിൽ എപ്പോൾ ചെയ്യാം, അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതിനെയൊക്കെ ആസ്പദമാക്കി ഒരു ലഘു വീഡിയോ എല്ലാ ദിവസവും സംരക്ഷണം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിച്ച് കുറേ ഗുണപ്രദമായി തീരും. കാരണം നമുക്ക് നോക്കി ചില വിപത്തുകളിൽ പെടേണ്ട ദിവസമാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞൊക്കെ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നു. അപ്പോൾ ലൈവ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇപ്പോൾ 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിളിച്ച് നിങ്ങൾക്ക് യഥാ സമയത്ത് തന്നെ ലൈവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്ത് കാത്തിരിക്കണം. അതേപോലെ തന്നെ UAE മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ദുബായിൽ കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്നുണ്ട്. അത് ഇവിടുത്തെ മലയാളികൾക്ക് വന്ന് കൺസൾട്ട് ചെയ്യാൻ ഒക്കെ സൗകര്യാർത്ഥം ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ഒരു നിശ്ചിത ദിവസം അവിടെ കൺസൾട്ടേഷൻ ഉണ്ട്. അതിനൊപ്പം തന്നെ അവിടുത്തെ മലയാളികൾക്ക് സുപരിചിതമായ NTV എന്ന് പറഞ്ഞ് മലയാളം ചാനലുണ്ട് UAEയിൽ. ആ ചാനലിൽ എല്ലാ ഞായറാഴ്ചയും 1 മണിക്കൂർ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് 12 തൊട്ട് 1 മണി വരെ. ഇത്രയും സൗകര്യങ്ങൾ ഞങ്ങൾ ഈ ചാനലിലൂടെ ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. ഈ സൗകര്യങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാ കുംഭരാശിക്കാർക്കും ഐശ്വര്യപ്രദമായ വർഷമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.